അല്ലെങ്കിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് കൂട് പിരിക്കേണ്ടി വരും. ഒരു കൂട്ടില്, ഒരു തേനീച്ച കൂട്ടില് ആരോഗ്യമുള്ളത് ആണീച്ച, റാണി, പിന്നെ പെണ്ണീച്ച. പെണ്ണീച്ച തന്നെ നമ്മൾ വേലക്കാരീച്ച എന്ന് പറയും. വേലക്കാരീച്ച എന്ന് പറയാൻ കാരണം പെണ്ണീച്ചനെ അവരാണ് ആ കൂട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്ന ആൾക്കാർ. വെച്ച് കഴിഞ്ഞാൽ ജനിച്ച അന്ന് മുതൽ അവർക്ക് ജോലിയാണ്. ജനിച്ച അന്ന് കുറച്ച് കാലഘട്ടങ്ങളിൽ കൂട് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അവരുടെ ശരീരത്തിൽ റോയൽ ജെല്ലി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥി ഉണ്ട്. അത് ആ ജനിച്ച കുറച്ച് കാലങ്ങളിലാണ് ആ ഗ്രന്ഥിയിൽ നിന്ന് സ്രവം വരുള്ളൂ. അതാണ് റാണി കഴിക്കുന്ന ഭക്ഷണം. റാണി ആ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് റാണി എന്തുണ്ടാവുന്നത്. റാണിയും പെണ്ണാണ്, വേലക്കാരീച്ചയും പെണ്ണാണ്. പക്ഷെ റാണി എന്തുകൊണ്ടാണ് ഇത്ര വലിപ്പം വരാനുള്ള കാരണം റീസൺ വേണമല്ലോ. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒന്ന്, നമ്മുടെ മക്കൾ കഴിക്കുന്ന ഫുഡ് ഒന്ന്. നമ്മൾ ഏകദേശം നമ്മുടെ പോലെ തന്നെയാണ് ആ കുട്ടികൾ വരിക. ചെറിയ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിൽ നോക്കുമ്പോൾ പെണ്ണീച്ചയും റാണീച്ചയും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. കഴിഞ്ഞാൽ ഒരു 2 ഇരട്ടി 3 ഇരട്ടി വലിപ്പ വ്യത്യാസമുണ്ട് റാണിക്ക്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാണി റോയൽ ജെല്ലി മാത്രമാണ് കഴിക്കുന്നത്. മറ്റേ ഈച്ചകൾ കഴിക്കുന്നത് ബീ ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് വെള്ളം, പിന്നെ പൂമ്പൊടി, തേൻ, അതിൻ്റെ ഒരു മിശ്രിതമാണ് മറ്റേ ഈച്ചകൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് റാണിക്ക് ഭയങ്കര വലിപ്പം വരുന്നത്. ഈ റാണി ഇവരൊരു പ്രത്യേകത, ഒരു കൂട്ടിൽ എത്ര റാണീൻ്റെ ഒരെണ്ണം. അതാണ് തേനീച്ച കൂട്ടിലെ നിയമം. അത് കുത്തുന്ന തേനീച്ചയായാലും ഈ തേനീച്ചയായാലും എല്ലാ തേനീച്ചകളിലും ഒരു റാണി ഉണ്ടാവുള്ളൂ. അത് എങ്ങനെയാ ഒരു റാണിയായിട്ട് മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റാണീനെ ഏതെങ്കിലും നമ്മുടെ ഇടപെടൽ കാരണം ഈ റാണി പെട്ടെന്ന് ചത്തുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതേനീച്ചയിൽ അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേറെ റാണി ഉണ്ടാവില്ല. അപ്പോൾ വേറെ റാണിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ട, ഞാൻ കഴിക്കാറ്. ചെറുതേനീച്ചയിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റെപ്പിന് റാണീനെ അവര് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കും. ആ സ്റ്റെപ്പിന് റാണി അവർക്ക്, ഈ റാണിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആ റാണീനെ അവർ റാണിയായിട്ട് വാഴിക്കും. ഈ സ്റ്റെപ്പിന് റാണീനെ അവർക്കൊരു നിശ്ചിത കാലം വരെ ഒരു ഉപയോഗം വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറുതേനീച്ചക്കൂട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പശ ഒരു സ്റ്റോർ ചെയ്യും. മാവിൻ്റെ പശ, പ്ലാവിൻ്റെ പശ ഒക്കെ അവിടെ ഇവിടെയൊക്കെ സ്റ്റോർ ചെയ്യും. ആ പശ ഉപയോഗിച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വാക്സും കൂട്ടി സെറുമൻ എന്ന് പറയും. അത് ഉപയോഗിച്ചിട്ടാണ് ഈ അടയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് മെഴുകു തൂണുകൾ ഉണ്ടാക്കും, മെഴുകു കപ്പുകൾ ഉണ്ടാക്കും. ആ കപ്പിൻ്റെ ഉള്ളിലാണ് റാണി വന്നിട്ട് മുട്ടയിടുന്നതും വേലക്കാരീച്ചകൾ തീറ്റയൊക്കെ നിറയ്ക്കുന്നതും. വേലക്കാരീച്ചകൾ തീറ്റ നിറച്ച് കഴിഞ്ഞാൽ റാണി അത് വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ നിറഞ്ഞു കഴിഞ്ഞാൽ റാണിയിൽ മുട്ടയിടും. മുട്ടയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കപ്പ് വേലക്കാരീച്ചകൾ അടച്ചു കൊടുക്കും. ആദ്യം ആ അടയ്ക്കുന്ന കളറ് ബ്രൗൺ കളറായിരിക്കും. പിന്നീട് അത് വിരിഞ്ഞു വരാറാവുമ്പോൾ ആ കപ്പ് പതുക്കെ അവർ ചുരണ്ടി വൈറ്റ് കളറാവും. അങ്ങനെ പതുക്കെ ഒരു 10-53 ദിവസം കഴിയുമ്പോൾ ആ കപ്പ് വിരിഞ്ഞിട്ട് ഈച്ചക്കുട്ടികൾ പുറത്തു വരും. ഇങ്ങനെയാണ് അവരുടെ രീതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വേലക്കാരി ഈച്ചകളും പെണ്ണാണ്, റാണിയും പെണ്ണാണ്. നമ്മൾ മറ്റുള്ള വർഗ്ഗങ്ങളൊക്കെ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. അവരെ ഈച്ചകൾക്ക് ഈ ചെറുതേനീച്ച ആവട്ടെ വൻതേനീച്ച ആവട്ടെ അവർക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലാതരം തേനീച്ചകൾക്കുള്ള പ്രത്യേകത, അവർക്ക് ആണീച്ചേന വരേണ്ട ആവശ്യമുള്ള സമയത്ത് ആണീച്ചേന ഉൽപ്പാദിപ്പിക്കാനും പെണ്ണീച്ചേന ആവശ്യമുള്ള സമയത്ത് പെണ്ണീച്ചേന ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതെന്തുകൊണ്ടാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് റാണിയായിട്ട് ഇണചേരുന്നതിന് വേണ്ടി മാത്രമാണ് ആണീച്ചേന ആവശ്യമുള്ളൂ. പക്ഷെ ആണീച്ചയ്ക്ക് അവരുടെ കൂട്ടിൽ വേറെ പ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള അവയവങ്ങൾ റാണീച്ചയ്ക്ക് ഇല്ല. തേൻ കൊണ്ടുവരാനുള്ള അവയവമില്ല, പൂമ്പൊടി കൊണ്ടുവരാനുള്ള അവയവമില്ല, പശ കൊണ്ടുവരാനുള്ള സെറ്റപ്പ് ഒന്നും ആണീച്ചയ്ക്കില്ല. അപ്പോൾ അവർക്ക് മെയ്റ്റിങ് മാത്രമേ അവരുടെ ഡ്യൂട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് പേരെ അതിലുണ്ടാവുള്ളൂ. ബാക്കി അധികം ആൾക്കാരും വേലക്കാരീച്ചകളായിരിക്കും. അപ്പോൾ റാണിക്ക് മുട്ടയിടുമ്പോൾ ബീജസങ്കലനം നടന്ന് മുട്ടയിടാനുള്ള കഴിവുണ്ട്, ബീജസങ്കലനം നടക്കാത്ത മുട്ടയിടാനുള്ള കഴിവുണ്ട്. ബീജസങ്കലനം നടന്ന മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് പെണ്ണീച്ചയും, ബീജസങ്കലനം നടക്കാത്ത മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് ആണീച്ചയായിട്ട് വരും. പിന്നെ ഒരു റാണീച്ചയ്ക്ക് ഏകദേശം 3 to 4 വർഷം വരെ റാണി ജീവിക്കും. അതേസമയം ഈ സാധാരണ വേലക്കാരീച്ച ഏകദേശം എത്ര ദിവസം ജീവിക്കാൻ സാധ്യതയുണ്ട്? ഒരു 3 മാസം. 3 മാസത്തിനുള്ളിൽ ആ ഈച്ച ചാവും. പിന്നെ അടുത്ത ഈച്ചകൾ വരും. റാണി ഏകദേശം 1000-ന്റെ അടുത്ത് മുട്ട ഡെയിലി ഇടും. ഫേവറബിൾ ആയിട്ടുള്ള കാലാവസ്ഥയാണ്
അത്യാവശ്യം തീറ്റ കിട്ടുന്ന സ്ഥലമൊക്കെയാണെന്ന് വെച്ചാൽ 1000-ഓളം മുട്ടയിടും. അപ്പോൾ അത്രയധികം ഈച്ചകൾ ഇതിൽ വളർന്നു വന്നുകൊണ്ടിരിക്കും. ഫേവറബിൾ അല്ലാത്ത കാലാവസ്ഥയാണ്, തീറ്റയൊന്നും കിട്ടാത്തൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാണി അതിനനുസരിച്ച് മുട്ടയിടൽ കുറയ്ക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക, റാണി മുട്ടയിടൽ കുറച്ച് കഴിഞ്ഞാൽ വേലക്കാരീച്ചകൾ കുറയും. വേലക്കാരീച്ചകൾ കുറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ജെല്ലി കിട്ടാനുള്ള, അവരുടെ ഗ്രന്ഥിയിൽ നിന്ന് ഊറി വരുന്ന റോയൽ ജെല്ലി കിട്ടാനുള്ള ബുദ്ധിമുട്ടാവും. അപ്പോൾ റാണിയും ക്ഷീണിക്കും. അങ്ങനെ അവസാനം ആ കൂട് ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് അവർ പൊതുവെ പ്രകൃതിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് അവർക്ക് തേനും കാര്യങ്ങളും കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് പോകും. ഇതാണ് അവരുടെ കൂട്ടൽ ഘടന, ആണ്, പെണ്ണ്, റാണീച്ച. പിന്നെ എല്ലാ ഈച്ചകളിലെയും കോളനികളിലെയും ഇത് അവരുടെ കൂടിന്റെ ഉയർച്ച മാത്രം അവർക്ക് ലക്ഷ്യമുള്ളൂ. അതിലാരും ഇടപെടുന്നത് അവർക്ക് താല്പര്യമില്ല, നമ്മൾ ഇടപെടുന്നത് താല്പര്യമില്ല, അവരുടെ ആൾക്കാരെ ഇടപെടുന്നത് താല്പര്യമില്ല. ഒരു 4-5 വർഷം കഴിഞ്ഞ് റാണിക്ക് വയസ്സായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ 4.5 കൊല്ലം 5 കൊല്ലം ആയി ആ കൂട്ടിൽ റാണി ഇങ്ങനെ നിലനിൽക്കുന്നു, റാണി ചാവാറായി. അപ്പൊ എന്താ ചെയ്യാ? ഏതെങ്കിലും ധാരണയുണ്ട തേനീച്ചനെ കുറിച്ചിട്ട്? അപ്പൊ റാണി ഈച്ചകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, റാണിയെ കൊണ്ട് വേറെ റാണിക്കുള്ള സെറ്റപ്പ് മുട്ടകളൊക്കെ റെഡിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യാ? മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ റാണീനെ എന്ത് ചെയ്യാ? അല്ല, ആ റാണീനെ പിന്നത്തെ പണി ആ റാണീനെ കുത്തിക്കൊല്ലലാണ്. സ്വന്തം അമ്മേനെ അവർ കുത്തിക്കൊല്ലും. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മേരെ ആവശ്യമില്ല. അടുത്ത റാണികൾ വന്ന് കൂടിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ അത് അത്രയുള്ള അവരുടെ കാര്യം. അമ്മയ്ക്ക് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ നിലനിർത്തില്ല. അമ്മേനെ നിലനിർത്തിയാൽ അവരുടെ കൂടിന്റെ ഗ്രോത്ത് കുറയും. അമ്മ പിന്നെ ഇടുന്ന മുട്ടകൾ മുഴുവൻ ആണീച്ചേര മുട്ടയാവും. കൂട് പതുക്കെ 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 നാശത്തിലേക്ക് പോവും. അതില്ലാതിരിക്കാൻ അവരെന്ത് ചെയ്യും? അവരുടെ സ്വന്തം അമ്മയായാലും അമ്മേനെ കൊല്ലും. അതുവരെ അമ്മേനെ റാണിയായിട്ടും ആകെ ഒഴിഞ്ഞും തൊട്ടുമുത്തിയൊക്കെ കൊണ്ടു നടക്കും. പക്ഷെ ഈ സമയം വരുമ്പോൾ അവർ കൊന്നുകളയും. അതാണ് അവരുടെ ഈച്ചവർഗത്തിലെ പ്രത്യേകത. അതാണ്. ഇന്ന് നിങ്ങൾ വീടിന്റെ അവിടെയൊക്കെ ഈ ഈച്ചേനെ കാണാറുണ്ടോ? ചെറുതേനീച്ചേനെ കാണാറുണ്ടോ? ആ, അവരിങ്ങനെ ഉണ്ടേ മതിലിന്റെ ഉള്ളില് അതുപോലെ ചുമരിന്റെ ഉള്ളില് തറയുടെ അടിയില് ഇവിടേക്കാണ് അവർ വന്ന് ഇരിക്കുക. അപ്പോ അതിനെ നമുക്ക് അതൊന്ന് പിടിച്ച് ഇതിലേക്ക് ആക്കാനുള്ള സംവിധാനമുണ്ട്. അത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല, 7-8 മാസം വേണം. നമ്മൾ യൂട്യൂബുകളൊക്കെ നോക്കുമ്പോൾ കാണാം. ഇപ്പൊ മതിലിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെയാണ് ആ തേനീച്ചക്കൂട് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തേനീച്ചക്കൂടിനെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തേനീച്ചക്കൂട് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് ഈച്ച പോകുമ്പോൾ മാത്രമല്ല, പിന്നെ എന്താണ് അവിടെ ഉണ്ടാവുക? ഒരു കവാടം, മെഴുകിന്റെ ഒരു കവാടം പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു കുഴലാണ്, അതൊരു പശക്കുഴലാണ്. കീടങ്ങളും മറ്റുള്ള ഉറുമ്പും കടക്കാതിരിക്കാനുള്ള ഒരു പശക്കുഴലാണ്. അതന്നെ. ഇങ്ങനെ ഒരു പോർഷൻ, ഒരു തുമ്പിക്കൈ പോലെ ഒരു പോർഷൻ പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. നിങ്ങളുടെ വീടുകളിൽ കൂട് കാണുമ്പോൾ അറിയാം. നമ്മുടെ കൂടിനും അവരിടും. ഇപ്പൊ നമ്മുടെ കൂടിന് ആർട്ടിഫിഷ്യലായിട്ട് ഒരു പൈപ്പാണ് ഇട്ടുള്ളത്. പക്ഷെ അവിടെയും അവർ ഇതേപോലെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കും. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു പശക്കുഴലാണ്. അപ്പോൾ ഉറുമ്പിന് അതിൻ്റെ ഉള്ളിൽ കൂടെ പ്രവേശിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ കൂടിന്റെ മണം കിട്ടാനുള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അറിയാം, ആ പൊത്തിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതെന്റെ കൂടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റി കയറി കഴിഞ്ഞാൽ അടുത്ത വീട്ടുകാര് അവരെ കയറ്റില്ല, അവരെ അടിച്ചു കൊല്ലും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സ്മെല്ലുണ്ട്. പിന്നെ ആ കൂട്ടിലെ എല്ലാ ഈച്ചകൾക്കും റാണിയുടെ ഒരു മണം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവർക്കറിയാം, വേറെ മണം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബക്കാരനല്ല, ഇതാണ് നമ്മുടെ ആൾക്കാർ എന്നുള്ള ഇത് അവർക്കറിയാം. അപ്പൊ നമ്മൾ ഈ മതിലിന്റെ ഉള്ളിലൊക്കെ ഈച്ചനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ നമ്മളൊന്നും ചെയ്യാറില്ല. ഒന്നുകിൽ അത് ശല്യമായിട്ടുള്ള സ്ഥലത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പശയൊക്കെ കാണുമ്പോൾ പിന്നെ എന്താ ചെയ്യുക? നമ്മള് എന്തെങ്കിലും മണ്ണെണ്ണ ഒഴിക്കുകയെ അതിനൊഴിച്ച് നശിപ്പിച്ച് കളയും, അല്ലേ? അതിലപ്പുറം ആരും വല്ലവരും പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പിടിച്ചു വെക്കാനുള്ള ഒരു മാർഗമാണ്, ഒന്നുകിൽ ഇവിടെ നമുക്ക് ഒരു ചിരട്ട. ഇപ്പോൾ ഇതിന് ഇവിടെ ഒരു കവാടം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കാണിച്ചു തന്നില്ലേ മൊബൈലിൽ?
ആ കവാടം പതുക്കെ അവിടുന്ന് അടർത്തി മാറ്റുക. അത് ചെറിയ പീസ്, അത് പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല, നമ്മളിവിടെ പതുക്കെ അടർത്തി മാറ്റുക. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സിമെന്റ് പണിക്കാർ ലെവലിൽ നോക്കുന്ന ട്യൂബ് കണ്ടിട്ടുണ്ട്, ഒരു വെള്ള ട്യൂബ്, അതിലൊരു 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് അത് ഈ കവാടത്തിൻ്റെ അവിടെ ഈ എടുത്തു മാറ്റിയ സാധനത്തിന് പകരം അവിടെ ഇങ്ങനെ വയ്ക്കുക. അതെന്തിനാ അങ്ങനെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ചെയ്യാതെ ഒരു ചിരട്ടയോ അല്ലെങ്കിൽ ഒരു കൂട്ടാൻ്റെ മീൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിൽ പണ്ട് കാലത്ത് കലശത്തിന്റെ കുടയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത് നല്ല ആപ്റ്റ് കുട. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈച്ച അതിലേക്ക് ആയി കഴിഞ്ഞാൽ തേനെടുക്കാനും അതുപോലെ എന്തെങ്കിലും അത് ഡിവിഷൻ ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുടം പൊട്ടിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിലും നല്ലത് നമുക്ക് മീൻ കൂട്ടാൻ്റെ ചട്ടി. അതിന് നമ്മൾ വലിയ കാശ് ചെലവൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മള് ഈ ചട്ടിയും കലമൊക്കെ വിൽക്കണോടത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ മതി, വല്ല ചിന്നയിലുള്ള സൈഡിൽ ഓട്ടയുള്ള ചെറിയ പൈസക്ക് നമുക്ക് കിട്ടും. അതിന് വലിയ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ മീൻ കൂട്ടാൻ്റെ ചട്ടിക്ക് ഒരു പ്രത്യേകത, അത് വാവട്ടം ഉണ്ടാവും. അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ആയി കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പൊ ആ ചട്ടി നേരെ ആദ്യം ഈ ട്യൂബ് വയ്ക്കുക, എന്നിട്ട് ആ ചട്ടി നേരെ അവിടെ പൊട്ടിച്ച് വയ്ക്കുക. കളിമണ്ണ് അല്ല അങ്ങനത്തെ എന്തെങ്കിലും സിമെന്റ് ഇടുകയും ചെയ്യാം. പക്ഷെ സിമെന്റ് ഇടുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ ചട്ടി നമുക്ക് ഇവിടുന്ന് എടുക്കാനുള്ളതാണ്. ഒരു 7-8 മാസം കഴിഞ്ഞ് ഈ ചട്ടി ഇവിടുന്ന് എടുക്കണം. ആ ലെവലില് നമ്മൾ സിമെന്റ് ഇടാൻ പാടുള്ളൂ. അപ്പൊ പൂഴി ഇത്തിരി കൂടുതൽ ചേർത്ത് നോക്കി ഇടുക. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടി അവിടുന്ന് പറിച്ച കിട്ടില്ല. എന്തെങ്കിലും താങ്ങ് ഈ വശത്തേക്ക് വെക്കുക. നമുക്ക് ചട്ടിയുടെ ഏറ്റവും പിന്നിൽ സൈഡിലോ അല്ലെങ്കിൽ സൈഡിലോ ഒരു ഓട്ട ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും സൈഡിൽ ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ, ഒരു സാധനം ഒന്ന് ഊരി വെച്ചില്ലേ, അത് പതുക്കെ എടുത്തിട്ട് ആ ഓട്ടയുടെ വശത്ത് പൊട്ടിച്ചു കൊടുക്കുക. അതുമാതിരി ഒരു ചെറിയ പശീൻ്റെ ആവും. ഇനി ആ കുഴല് പൊട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. അതിൻ്റെ ഒരു അംശം അവിടെ ഉണ്ടായാൽ മതി. എന്തിനാ, അവർക്ക് പുറത്തേക്ക് വന്ന സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങും. ഈ ചട്ടീൻ്റെ അവിടെ വന്ന് നോക്കും. ഈ ഓട്ട കാണുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങി ഈച്ചകൾ പുറത്തൊക്കെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർ ഇവിടെ വരുമ്പോൾ ആ സ്മെല്ല് കിട്ടും. അത് നമ്മൾ സാധനം ഒട്ടിച്ചുള്ള കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. വീണ്ടും ഈ കുഴലിൻ്റെ അവിടേക്ക് പറക്കും, ചുമരിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇങ്ങനെ പണി ചെയ്യുമ്പോൾ ഈച്ചയ്ക്ക് വളരെ എളുപ്പമാവുക ചെയ്യണേ, അല്ലെങ്കിൽ ഈച്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരിക ചെയ്യണേ. ബുദ്ധിമുട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഈച്ചയ്ക്ക് എളുപ്പമല്ല ഉണ്ടാവണത്. അപ്പൊ എന്താ, ആ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമ്പോഴാണ് ഈച്ച ഈ ചട്ടിയിലേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നത്. പുറത്തു പോയ ഈച്ചകള് മെഴുകും പശയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ എന്ത് ചെയ്യും, പതുക്കെ തിരിച്ച് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. മെഴുകൊക്കെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ആദ്യത്തെ കുറച്ച് ഈച്ചകൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈച്ചകളൊക്കെ പിന്നെ വരണവര് ഈ പശയൊക്കെ കൊണ്ടുവരുന്നത് ഈ ചട്ടിയുടെ ഉള്ളിലേക്ക് ചെയ്യും. ഓട്ടോമാറ്റിക്കലി അവര് വേലക്കാരി ഈച്ചകൾ എന്ത് ചെയ്യും, ഈ പശ കാണുമ്പോൾ ഈ ഇതിന്റെ കപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. കപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അധികം പ്രവർത്തനം ഈച്ചകളുടെ ഈ വെസ്റ്റായിട്ട് മാറും. ഉടനടി ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന റാണിക്ക് തോന്നുമ്പോ ഇപ്പൊ എന്തോ ഒരു സംഭവം ഇവിടെ കുറവ് വരുന്നുണ്ടല്ലോ, പഴയ നമ്മുടെ സഹോദരൻ മക്കളെയൊന്നും കാണുന്നില്ലോ ഉള്ളിലേ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ പതുക്കെ റാണി ഈ ചട്ടിയുടെ അവിടേക്ക് വരും. ചട്ടിയുടെ അവിടെ വന്ന് നോക്കുമ്പോൾ കാണും നല്ല കപ്പുകളും ഒക്കെ തീറ്റയൊക്കെ നിറച്ചുള്ള കപ്പുകൾ കാണുമ്പോൾ റാണി ഓട്ടോമാറ്റിക്കലി അതിലും മുട്ടയിടാൻ തുടങ്ങും. റാണി ഇവിടെയും മുട്ടയിടും, അപ്പുറത്ത് ഉള്ളിലും 2 സ്ഥലത്തായിട്ട് വർക്ക് ചെയ്യും. ഇതിൽ കുറച്ച് കഴിയുമ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ഇത് കണ്ടില്ലേ, ഈ കണ്ട പോലെ മെഴുകു കപ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ആയി വന്നു കഴിയുമ്പോൾ ഒരു 7-8 മാസമാവും. 7-8 മാസമാകുമ്പോൾ നമുക്ക് അപ്പം അതൊക്കെ ഇത് അടർത്തിയെടുക്കുക. അടർത്തിയെടുത്തൊരു കോളനി. ആ കോളനീനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ വാവട്ടുള്ള ഭാഗമല്ലേ, ആ വാവട്ടുള്ള ഭാഗം ഓപ്പൺ ആക്കി ഇടാൻ പറ്റില്ല. എന്താ, ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇരുട്ടാണ് അവർക്ക് വേണ്ടത്. ഇരുട്ടില്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി പോവും. അപ്പോൾ ആ വാവട്ടുള്ള ഭാഗം കറുത്ത എന്തെങ്കിലും ഷീറ്റ് കൊണ്ട് മറച്ച് കെട്ടി, ഇപ്പോൾ ഇത് ഈ ചുമര് കിഴക്ക് വശത്തായിരുന്നെങ്കിൽ ഇതിൻ്റെ നേരെ പടിഞ്ഞാറ് എവിടെയെങ്കിലും കെട്ടിഞ്ഞാത്തിയിടേ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വെക്കുകയും ചെയ്യാം. തെക്ക് വശത്താണെങ്കിൽ വടക്ക് വശത്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദൂരം നീക്കി വെക്കണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇത്ര ദൂരം അല്ല ചെറുതേനീച്ച അങ്ങനെ ഇത്ര ദൂരം എന്നുള്ളൊരു കണക്കില്ല, കുറച്ച് നീക്കി വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പുതിയ കോളനി കിട്ടുകയും ചെയ്യും. ഈ കോളനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും.
അടുത്ത ചട്ടി ഇവിടെ കൊണ്ടുവയ്ക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് നിരന്തരം ഈ പുതിയ പുതിയ ഈച്ചക്കൂടുകളെ കോളനിയിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഒരു ബോക്സിൽ, ഇതേപോലത്തെ ഒരു ബോക്സിൽ ഈച്ചയായി കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ വില എത്രയായി? തുറന്നിട്ടുണ്ട്. അത് അതിന്റെ ഉള്ളിലൊരു വരമ്പ് പോലെ. പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഓവർ ചൂടുകൾക്ക് ഒരു വലിയൊരു വിഷയമാണ്. ചെറുതേനീച്ചയ്ക്ക് എന്ത് തരം കൂടിലും വളർത്താം, ചിരട്ടയിൽ വളർത്താം, പ്ലാസ്റ്റിക്കിലൊക്കെ വളർത്താം. പക്ഷെ ഓവർ ചൂട് അതിലേക്ക് അടിക്കരുത്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർഡ്ബോർഡിൻ ചട്ട വെച്ചിട്ട് അത് കവർ ചെയ്യണം. നമുക്ക് എന്തിനും പരിഹാരങ്ങളുണ്ട്. ചെറുതേനീച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ ചെടിച്ചട്ടി ആവട്ടെ, ഒരു 2 ഇഞ്ചിന്റെ പൈപ്പ്, ഇത്ര പോകുന്ന പൈപ്പ് നീളത്തിൽ കീറുക. ആ നീളത്തിൽ കീറിയിട്ട് ആ പൈപ്പ് അതേപോലെ തന്നെ വെച്ച് 2 വശത്തും സ്റ്റോപ്പർ വെച്ച് അടച്ച ഓട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടായി. ചിരട്ട കൂടായി. ഇനി ഇത് ചെടിച്ചട്ടി കൂടാക്കി ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൂടായി ഉപയോഗിക്കാം. അതാണ് ചെറുതേനീച്ച പ്രത്യേകം. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതില് ഓവർ ചൂട് വരാൻ പാടില്ല. ചൂട് വന്നാൽ എന്തുണ്ടാവുക? ഇതാണ് മെഴുവാണ് അതിൻ്റെ ഉള്ളില്. ഇതൊക്കെ ഒട്ടിപ്പോവും. റാണി കയ്യിൽ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ റാണിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻതേനീച്ചയുടെയും ചെറുതേനീച്ചയുടെയും റാണിയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻതേനീച്ചയുടെ റാണിക്ക് നമ്മൾ കൈകാര്യം ചെയ്യുന്ന നേരത്ത് പറന്നു പോകാൻ പറ്റും. ഈ ചെറുതേനീച്ചയുടെ റാണിക്ക് ബൈ ചാൻസിൽ നമ്മുടെ കയ്യിൽ നിന്ന് താഴ്ത്തു വീണുന്നൊക്കെയാണ്. അതിന് തിരിച്ച് നമ്മുടെ കൂട്ടിൽ കയറാൻ പറ്റില്ല. എന്താ കാരണം? അതിന് വയറ് നിങ്ങൾ റാണീനെ കണ്ടവർക്ക് മനസ്സിലാവും. അതിന് വയറ് കുറച്ചുകൂടി പ്രൊപ്പോർഷൻ കൂടുതലാണ്. അത് ഗൈനിയായിരിക്കുന്ന കാലത്ത്, വെർജിൻ ആയിരിക്കുന്ന കാലത്ത് അതിന്റെ വയറ് ചെറുതായിരിക്കും. കാരണം ചേർന്ന് കഴിഞ്ഞാൽ അതിൽ എഗ് ഫോം ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ വയറ് വീർത്ത് വരുന്നത്. പിന്നെ അതിന് പറക്കാൻ പറ്റില്ല. അതിന് ചിറകിട്ട് ഇങ്ങനെ ആക്കാം, പക്ഷെ അത് മൂവ് ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. തേനെടുക്കുന്ന സമയത്ത് നമ്മൾ അലക്ഷ്യമായിട്ട് തോന്നിയ പോലെ എടുക്കരുത്. റാണി ഏത് ഭാഗത്ത് ഇരിക്കണമെന്നൊന്ന് ഇതേപോലെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗം നിങ്ങൾ തൊടരുത്. അത് കഴിഞ്ഞാൽ ആ റാണി അതിന്റെ ചുറ്റുവട്ടത്തുണ്ടാവും. പിന്നെ അവിടെ സ്പൂൺ ഇട്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ റാണി ചത്തുപോകും, അല്ലെങ്കിൽ റാണി താഴ്ത്തു വീഴും. അപ്പൊ റാണീനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. റാണീനെ നമ്മൾ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് പഠിക്കണം. നിങ്ങൾ ആരെങ്കിലും കൂടെ കൊണ്ടുപോയി പിന്നെ കെട്ടിയതിനെ അയച്ചിട്ടില്ലല്ലോ. എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് നമുക്ക് ഈ ഭാഗത്ത് മുഴുവൻ അട വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീറ്റ് നമ്മൾ ഇന്ന് മാറ്റി കൊടുക്കണം. ഞാൻ അന്ന് കൂട് കൊണ്ടുപോയവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആരെങ്കിലും മാറ്റിയില്ല. അതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇതിപ്പോ ഇതിൽ കുറച്ചുള്ളോ, ഇത് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീറ്റ് എടുത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അല്ല, ഇതിലവർ തേൻ നിറയ്ക്കും. ഇതില് പൊതുവെ ഇത് വരില്ല. ഇതിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഈ ഭാഗം ഇങ്ങനെ ഇത്രയും സ്പേസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിലേക്ക് അവർക്ക് വീട് പണിയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഷീറ്റ് എടുത്ത് കൊടുക്കണമെന്ന് പറയണത്. ഈ ഷീറ്റ് എടുക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഇങ്ങനത്തെ പോലെ അതിൽ തന്നെ ഇരിക്കും. പക്ഷെ അപ്പൊ അവർ ഇവിടെ മാത്രം കൂടുണ്ടാക്കും, ഈ ഒരു സ്ഥലത്ത് മാത്രം തേനുണ്ടാക്കും. നമുക്കൊരു സ്പൂൺ കൊണ്ട് 2 സ്പൂൺ 3 സ്പൂൺ തേൻ കിട്ടും. ആ സമയം ഈ ഭാഗത്തും കൂടി ഈച്ച വളർന്നു കഴിഞ്ഞാൽ നമുക്ക് സമൃദ്ധിയായിട്ട് ഒരു നല്ല തേനുള്ള ഒരു സോഴ്സുള്ള സ്ഥലമാണെങ്കിൽ ഒരു 250 ഗ്രാം തേൻ, അല്ലെങ്കിൽ 100 ഗ്രാം 150 ഗ്രാം 200 ഗ്രാം ആക്കിയിട്ട് അങ്ങനെ കിട്ടും. ഈ ഭാഗത്തും കൂടി ഈച്ച വരണം. അതിനാണ് ഈ ഷീറ്റ് നമ്മൾ എടുത്ത് കളയണം എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഷീറ്റ് എടുത്ത് കളഞ്ഞൂടെ, എന്തിനാ ഇങ്ങനെ ഇട്ട് തന്നേന്ന് ചോദിക്കും. ഇങ്ങനെ ഇട്ട് തന്ന കാരണമാണ് നിങ്ങൾക്ക് റാണീനെ കാണാനും ഇതിൻ്റെ ഉള്ളിലെ ഘടനകൾ കാണാനും പറ്റിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതില്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തുറന്നു നോക്കാൻ പറ്റില്ല. ഇത് തേനീച്ചേര മെഴുകൊണ്ട് അതിന്റെ പശ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒട്ടിക്കുന്നത്. അപ്പൊ ഈ ഷീറ്റ് എടുത്ത് കളയണം. അതുപോലെ ഈ കറുത്ത ഷീറ്റും നമ്മൾ എടുത്ത് കളയണം. ഞാൻ എല്ലാവരോടും പറയും, 1 മാസം കഴിയുമ്പോൾ കളയാൻ പറയാറുണ്ട്. പക്ഷെ പല ആൾക്കാരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചനെ പേടിയും പിന്നെ അശ്രദ്ധ കാരണം ഇത് തൊടില്ല, അത് ഇങ്ങനെ തന്നെ വെക്കും. എന്നിട്ട് ഇനി എപ്പോഴും ഇതിനെ കുറിച്ച് ആലോചിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ എടുക്കണ നേരത്ത് ആകെ 2 സ്പൂൺ തേൻ കിട്ടുമ്പോഴാണ് ഇതിനെ കുറിച്ചിട്ട് ആലോചിക്കുക.
അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാത്തവര് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ ഷീറ്റ് ഇവിടെ നിർത്തി മാറ്റണം. ഈ ഷീറ്റും വേണ്ട. അത് കഴിഞ്ഞ് ഇത് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിലവിൽ അവിടെ ഒരു പശയുണ്ട്, ആ പശയും അത് ഒട്ടിക്കോളും. പിന്നെ നമ്മൾ ആ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെയ്യേണ്ട ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് കൂട് കൊണ്ടുപോകുന്ന ആൾക്കാര് കൂട് ആദ്യം ഒരു ഭംഗിയായിട്ട് കെട്ടിഞ്ഞാത്തിയിടുക. കെട്ടിഞ്ഞാത്തിയിട്ട് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത് തുറന്നു കൊടുക്കുക. പല ആൾക്കാരും എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും, ഇത് തുറക്കാറായോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എന്തുണ്ടാവുക, ഇതടഞ്ഞ് എയർ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനം. ഇത് അടച്ചു വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനും പകല് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അടച്ചു വെച്ചിട്ടുള്ളത്. ഇത് നമുക്കൊരു മാസം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ എന്തുണ്ടാവുക, അവരൊക്കെ ചത്തുപോകും. ഇപ്പൊ ഈ അടുത്ത് വെച്ച ക്ലാസ്സില് ഇത് ഞാൻ വളരെ 2-3 പ്രാവശ്യമല്ല, കുറെ പ്രാവശ്യം പറയും, ഈ കൊണ്ട് കെട്ടി ഞാത്തിയിട്ട് കഴിഞ്ഞാൽ കവാടം തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞാലും അത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ കാര്യം മറന്നുപോകും. എന്നിട്ട് 1-2 ദിവസമൊക്കെ അവരെങ്ങനെയും പിടിച്ചിരിക്കും. 3-4 പോയി കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഉള്ളിൽ ചത്തുപോകും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിറഞ്ഞോന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇവിടെ നിറയും. ഈ റാണി മുട്ടയിട്ട് ഇവിടെ നിറയും. അപ്പോഴാണ് ശരിക്കും ഇത് മാറ്റേണ്ടത്. എന്നിരുന്നാലും ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഈ ഷീറ്റും കൂടി എടുത്ത് മാറ്റി മുന്നേ മാറ്റാണ്ടിരിക്കുക നല്ലത്. അതിന്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. ഇതിൽ കുറച്ച് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് മാറ്റി കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ അതിന് മുട്ട വിരിയുന്നതിനും നിശ്ചിത ടെമ്പറേച്ചർ വേണം. അപ്പൊ ആ ടെമ്പറേച്ചർ വ്യതിയാനം വരുമ്പോൾ ആ മുട്ട വിരിയലൊക്കെ വൈകും. ഇവിടെ ഫില്ല് ചെയ്തതിന് ശേഷമാണ് ശരിക്കും വേണ്ടത്. എന്നിരുന്നാലും ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മാറ്റുമ്പോൾ വളരെ സ്ലോയിലായിരിക്കണം. തേനീച്ചനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ക്ഷമാപരമായിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് പശയാണ്. ഇത് നല്ല അത് മുട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പതുക്കെ ഇങ്ങനെ എടുക്കുക. ഇത് മുട്ടിന്ന് കണ്ടു കഴിഞ്ഞാൽ ഈർക്കില് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ പതുക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പതുക്കെ ഇതിൽ തന്നെ വീഴും. വളരെ സ്ലോലി ഇതിങ്ങനെ വലിച്ച് കളയാം. ഒറ്റ വലിയ എടുത്ത് കളയരുത്, മുഴുവൻ അത് വിരിയും. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കും. തേനീച്ചനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് വളരെ ക്ഷമ എനിക്ക് വരും. ഇത് അത്ര പ്രശ്നമില്ല. മറ്റേ ഈച്ചനെ കൈകാര്യം ചെയ്യുന്ന ആളെ എന്തായാലും ക്ഷമാശീലനായിട്ട് മാറും. എന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടുകാരോട് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ, തേനീച്ചയുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇവര് കുഴപ്പമില്ല കേട്ടാ, ഇവര് ഉപദ്രവകാരിയല്ല. മറ്റേ ഈച്ചയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് മാറ്റി കൊടുക്കണം. എന്നിട്ട് കൂടെ അടച്ചാലാണ് നമുക്ക് സമൃദ്ധിയായിട്ട് തേൻ കിട്ടുക. ഇത് ഫുള്ള് കവർ മാറ്റണം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ പദ്ധതി തുടങ്ങിയിട്ട് തളിക്കുളത്താണ് ഏറ്റവും ഫസ്റ്റ് കൂട് വിതരണം ചെയ്തത്. ഇപ്പോഴും ഇത് എടുത്തു മാറ്റാത്ത കർഷകരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയണത്. ഇത് മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഈച്ചകൾ ഇങ്ങനെയുള്ള പറയുമ്പോൾ ഇരിക്കുമ്പോൾ പിടിക്കാനുള്ള വിദ്യ പറഞ്ഞു, ചട്ടി അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്. അതേസമയം ഇങ്ങനെ 12 ഇഞ്ചിന്റെ നീളമുള്ള കൂട് ഉപയോഗിച്ചിട്ട് അത് പിടിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓട്ടയിട്ടു, അതേപോലെ തന്നെ ഇവിടെ ഒരു ഓട്ടയിട്ടു. ഈ ട്യൂബ് വെക്കണമെന്നും തേനീച്ചയ്ക്ക് നിർബന്ധമില്ല കേട്ടാ. അതൊക്കെ നമ്മൾ മോഡേൺ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം. പണ്ടൊന്നും ഇങ്ങനെ ട്യൂബ് ഒന്നും, ഇതിപ്പോ എന്നിട്ട് ഡ്രിപ്പ് ഇറിഗേഷന്റെ ട്യൂബ് ആ കണക്ടർ കിട്ടി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ സംവിധാനമൊക്കെ ഇതുമ്പോ ചെയ്തത്. പണ്ടൊക്കെ വെറുതെ ഒരു തുളയിടുള്ളൂ, ആ ഒരു തുളയുടെ ആവശ്യത്തിനുള്ളൂ. അതേപോലെ ഒരു തുള ഇവിടെ ഇടും, ഒരു തുള ഇവിടെ ഇടും. നേരത്തെ നമ്മൾ പറഞ്ഞ സിമെന്റ് പണിക്കാരുടെ ലെവൽ നോക്കണ ആ ട്യൂബില്ലേ, ആ ട്യൂബ് ഒരു അര അടി മേടിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ തേനീച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റെപ്പിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചട്ടിയും ഇതൊന്നും കൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചില ഏരിയകളിൽ നമ്മൾ അങ്ങനെ ചട്ടി വെക്കാൻ പറ്റാത്ത സ്ഥലം ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കവാടാദ്യം പതുക്കെ പുറത്തേക്ക് എടുക്കുക, ഈ ട്യൂബ് അതിൽ വെക്കുക. ആ ട്യൂബ് നമ്മൾ ഈ പെട്ടിയുടെ പിന്നിൽ വെച്ച ഓട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ആദ്യം എടുത്ത കവാടം എന്ത് ചെയ്യണം, ഈ ഓട്ടയുടെ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. എന്തിനാ, സിഗ്നല്. അത്രയും ഉദ്ദേശമുള്ളൂ. അപ്പൊ തേനീച്ച എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ട്യൂബിലേക്ക് നടന്നു വരും. നടന്നിട്ട് ഈച്ചയ്ക്ക് എന്ത് ചെയ്യും, ഇത് ഇവിടെ ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ നടക്കും.
ഈ പൊത്തിന്റെ അവിടെ നിന്ന് വീണ്ടും പോകും. അപ്പൊ തേനീച്ചയ്ക്ക് കൂടുതൽ കൂടുതൽ ഇരട്ടിപ്പണിയായി. വെച്ച് കഴിഞ്ഞാൽ വഴി കുറച്ച് നടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പുറത്തേക്ക് പോകുമ്പോൾ അത്ര കുഴപ്പമില്ല. പക്ഷെ ഈ പശയും തേനും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ ഇത്രയും ദൂരം നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവര് ഇവിടെ കൂട് കൂട്ടും. കുറെ കൂടുകളുള്ള കർഷകരാണെങ്കിൽ എന്ത് ചെയ്യും, തുടക്കത്തിൽ തന്നെ അവര് ഈ കൂടിന്റെ സ്റ്റാർട്ടിങ്ങില് കുറച്ച് പശയും ഇതേപോലത്തെ മുട്ടയും സാധനങ്ങളും നേരത്തെ വെച്ച് കൊടുക്കും. അപ്പൊ എന്താ ഗുണം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഇതിവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അന്ന് തന്നെ ഇവര് പുറത്തേക്ക് പോകുന്ന ഈച്ചകൾ ഇതുകൾ പണി ആരംഭിക്കും. ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടി വേഗത്തില് കൂട് നിറയും. അപ്പൊ ഈ രണ്ടാമത്തെ രീതി മനസ്സിലായ, ഈ ഈച്ചനെ പിടിക്കുന്നത് ഇങ്ങനെയൊക്കെ ഓരോ കോളനി ആയിട്ട് മാറുമ്പോൾ ഇത് 2000-2250 രൂപയുള്ള ഈ സാധാരണ കാലിപ്പെട്ടി 2000-2250 രൂപയുള്ള കോളനികളായി മാറും. നമുക്ക് കോളനി വിൽക്കാൻ പറ്റും. നമ്മളൊരു ബിസിനസ് ലെവലില് ചിന്തിക്കണം കൃഷിനെ കുറിച്ച് പറയുമ്പോൾ. നമ്മുടെ പഴയ രീതിയിലുള്ള കൃഷി ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ബിസിനസ് ലെവലിൽ എപ്പോഴും ചിന്തിച്ചാലാണ് തേനീച്ച ആവട്ടെ എന്ത് കൃഷിയും നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ കോളനി ഉൽപ്പാദിപ്പിക്കുക ഏത് സംഭവത്തിലും ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം കിട്ടുന്നത് എന്നിട്ടാ ഉൽപ്പന്നം വെക്കണേക്കാളും. ഉൽപ്പന്നം വെക്കണതോ ലാഭം, അല്ലെങ്കിൽ അത് ചെടി തൈ വിൽക്കുന്നതാണോ ലാഭം, ഉൽപ്പന്നമായിട്ട് വിൽക്കുന്നതാണോ ലാഭം? തൈ അല്ലേ, അതാണ് എളുപ്പവും. പക്ഷെ ചെറിയൊരു ടെക്നിക്ക് നമുക്ക് അറിയണമെന്ന് മാത്രം. നമുക്ക് ഒന്നാമതായിട്ട് ഇതൊരു അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ കോളനി വിൽക്കുന്നതാണ് തേൻ എടുക്കുന്നതിനേക്കാളും ഏറ്റവും ലാഭം. തേൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറെ നേരത്തെ പണിയും കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് ആ തേൻ സംസ്കരിക്കണം, കുപ്പിയിലാക്കണം, അങ്ങനെ കുറെ ലേബർ അതിൽ വരുന്നുണ്ട്. പക്ഷെ കോളനി വിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ലാഭകരമായ സംഭവം. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം ഇത് അടുത്ത കൊല്ലം 4 പെട്ടിയാക്കി മാറ്റണം എന്നുള്ള ബോധ്യം ഇന്നുണ്ടാവണം. എന്നാലാണ് നമുക്കത് കോളനി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്കാർ ചോദിക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഭാരത് ഹണി എന്നുള്ളടത്തും കേട്ടിട്ടുണ്ട അവിടെ ശരിയില്ലേ? ആ മാഷ ക്ലാസ്സിലാണ് ഞാൻ തേനീച്ച കൃഷി ആദ്യമായിട്ട് പഠിക്കുന്നത്. അതെ അല്ലേ. അപ്പോ അദ്ദേഹം ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ തേനീച്ച കർഷകനായി ആഗ്രഹം മനസ്സിലുണ്ട്, പക്ഷെ നിങ്ങൾ തേനീച്ച കർഷകനാന്ന് നാട്ടിലെ ആർക്കും അറിയില്ല. നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഭാരത് ഹണിയിൽ തേനീച്ച ക്ലാസ് പഠിക്കാൻ പോവാന്ന്. നാട്ടിലാർക്കും അറിയില്ല. നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞാലും നാട്ടിലാർക്കും അറിയില്ല നിങ്ങളൊരു തേനീച്ച കർഷകനാണോ അതിൻ്റെയോ നിങ്ങളുടെ വീട്ടിൽ കൂടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ ആള് പറഞ്ഞ ഇന്ന് ഈ ക്ലാസ് തുടങ്ങുന്ന ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എവിടുന്നെങ്കിലും കുറച്ച് തേൻ മേടിച്ചിട്ട് നിങ്ങൾ തേൻ്റെ വിൽപ്പന തുടങ്ങണം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു കൊല്ലം കഴിയുമ്പോഴാണ് ഇനി നിങ്ങളുടെ കയ്യിൽ തേൻ വരുള്ളൂ. പക്ഷെ അതുവരെ നിങ്ങൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളാരും അറിയില്ല. നിങ്ങൾ ആരോടെങ്കിലും ഒരു വാക്ക് പറയുന്നെങ്കിൽ അത് അവസാനം ചെന്നിട്ട് തേനീച്ചയിൽ അവസാനിക്കണം. ഞാൻ ആ സാധനത്തിനെ വളർത്തുന്ന ആളാന്ന് പറയണം എവിടെയും. എന്താ അങ്ങനെ പറഞ്ഞാലാണ് നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ നമ്മളെ അറിയുള്ളൂ. നമ്മുടെ അടുത്ത് വന്നാൽ തേൻ കിട്ടും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. നമ്മുടെ അടുത്ത് വന്നാൽ കൂട് കിട്ടും. നമ്മൾ പറയാണ്ട് അറിയോ, എൻ്റെ വീടൊക്കെ വളരെ ഉള്ളിലുള്ള ആളാ. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാലല്ലേ എൻ്റെ വീട്ടിൽ. ഞാൻ ഏത് ടൂറിന് പോവുകയാണെങ്കിലും ഏത് കാര്യത്തിന് പോവുകയാണെങ്കിലും എന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ പേരും കാര്യങ്ങളും പറഞ്ഞാൽ ആദ്യം പറയാ, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും തേൻ വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, കോളനി വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ മറ്റുള്ള അക്സസറീസ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയും. എന്നാലേ മറ്റുള്ളവരെ അറിയുള്ളൂ. നമ്മൾ പരമാവധി നമ്മളെ മാർക്കറ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പിന്നെ തേൻ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? തേൻ കഴിക്കാണ്ടിരുന്നാലും നമ്മൾ വളരും. ഒരു 19 വയസ്സ് വരെയൊക്കെ സുഖമായിട്ട് പോവും. തേൻ കഴിക്കണമെന്നൊന്നുമില്ല. കഴിച്ചാൽ എന്താ ഗുണം? ഒന്നുമില്ലേ? ആയുസ് കൂടുതലല്ല, ഉള്ള കാലം നല്ല ഉഷിരായിട്ട് എന്ത് കഴിഞ്ഞാൽ തേൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി ഭയങ്കരമായിട്ട് വർദ്ധിക്കും. നമ്മുടെ ഹിമോഗ്ലോബിന്റെ കൗണ്ട് ഭയങ്കരമായിട്ട് കൂടും. 14, 15, 16 റേഞ്ചിൽ നിൽക്കും. പ്രതിരോധ ശക്തി കൂടി എന്താ ഗുണം? അസുഖങ്ങൾ വരല് കുറയും. ഉള്ള കാലം ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ വന്ന് മരിക്കാനൊന്നും നിവൃത്തിയില്ല. അത് അവിടുന്ന് വിളിക്കണ നേരത്തെ നമ്മൾ പോകാണ്ട് പറ്റില്ല. അപ്പൊ അതുവരെ നമുക്ക് ഉഷാറായിട്ട് നിൽക്കാം, ഉഷാറായിട്ട് ജോലി ചെയ്യാം. പതിവായിട്ട് ഏത് അത് ഒന്നുകിൽ പശ, അല്ലെങ്കിൽ ഒന്നുകിൽ പുതുതായിട്ട് തുടങ്ങുമ്പോൾ നമ്മള് അങ്ങനെ പശ കിട്ടില്ല നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ടേപ്പ് വെച്ച് നന്നായിട്ട്
ഒട്ടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടക്കരുതാണ് അതിൻ്റെ മെയിൻ കാര്യം. പിന്നെ അത് കഴിഞ്ഞ് കൂടൊക്കെ ഡെവലപ്പായിട്ട് വരുമ്പോൾ നമുക്ക് പശകൾ കിട്ടും. ആ പശ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ഞാൻ തേൻ കഴിക്കാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ പതിവായിട്ട് തേൻ കഴിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എൻ്റെ കയ്യിൽ തേൻ ഉള്ളതുകൊണ്ട്. ചെറുതേൻ അങ്ങനെ മേടിച്ചിട്ട് പതിവായിട്ട് കഴിക്കാൻ അത്ര പറ്റിയത് വരില്ല കേട്ടാ. എന്താ ചെറുതേന്റെ വില എത്രയാ? നല്ല ഒരു അല്ല, ഇപ്പൊ നല്ല സ്ഥലത്ത് നിന്ന് കിട്ടാന്നൊക്കെയാ 3000-3500 രൂപ 4000 രൂപ കൊടുക്കണം കിലോന് ചെറുതേൻ കാര്യം കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണപ്രദമാണ്. ക്യാൻസർ വരാതിരിക്കാനുള്ള സാധ്യത വളരെ ഉണ്ട്. ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കും, നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും, രോഗങ്ങൾ വരാനുള്ള സാധ്യത ഒക്കെ കുറവാണ്. പക്ഷെ 4000 രൂപ കൊടുത്തിട്ടും 3500 രൂപ കൊടുത്തിട്ടൊന്നും തേൻ കഴിക്കലും നമ്മൾ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ പതിവായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാം. പിന്നെ നമ്മുടെ എല്ലാ ഒരുമാതിരി കടകളിലും, ആയുർവേദ കടകളിലും, ഇംഗ്ലീഷ് മരുന്ന് കടകളിലൊക്കെ ചെറുതേൻ കിട്ടില്ലേ? നമ്മൾ വളർത്തി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിൽ വളരെ കുറച്ച് തേന കിട്ടുള്ളൂ എന്നത്. പിന്നെ എങ്ങനെ ഇത്രയധികം മാർക്കറ്റിൽ ഇത്രയധികം തേൻ വന്ന് കയറണേ? നമ്മൾ വളർത്തിയിട്ട് ഇപ്പൊ ഒരു അധികം സോഴ്സ് ഇല്ലാത്തൊരു സ്ഥലമൊക്കെ ആണെങ്കിൽ 100 ഗ്രാം 150 ഗ്രാം. അതെന്താ വെച്ച് കഴിഞ്ഞാല് വൻതേനീച്ചുള്ള ആൾക്കാരുണ്ട്. ടൺ കണക്കിന് തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരുടെ തേനൊക്കെ പുളിച്ചു പോകും, കുറെയൊക്കെ പുളിച്ചു പോകും. അവര് പുളിക്കുമ്പോ ചെറുതേനീച്ച തേൻ കഴിച്ചുള്ള ആൾക്കാരുണ്ട ചെറിയൊരു പുളിപ്പ് ഉണ്ട്. ഉപയോഗിച്ചവർക്ക് അറിയാം, ചെറിയൊരു പുളിപ്പുണ്ടാവും ഈ തേൻ. വൻതേനീച്ചയ്ക്ക് അങ്ങനെ ആ പുളിപ്പില്ല. പക്ഷെ ടൺ കണക്കിന് തേൻ ഉൽപ്പാദിപ്പിക്കുന്നവരെ കുറെ തേനൊക്കെ ബാരൽ പുളിക്കുകയൊക്കെ ചെയ്യും. ആ പുളിക്കുന്ന തേനൊക്കെ ഈ അവരിൽ തേനീച്ച കൂടെ ഒന്നും ഉണ്ടാവില്ല. അവർ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരിത് ഈസിയായിട്ട് ചെറിയ വിലയ്ക്ക്, ചിലപ്പോൾ പൈസയും കൊടുക്കേണ്ടി വരില്ല, മേടിച്ചു കൊണ്ടുപോകും. ഇതില് തേനീച്ച, ഈ ചെറുതേനീച്ചയുടെ പൂമ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കും. അത് മാർക്കറ്റിൽ വരും. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട്. നമ്മളായിട്ട് കഴിക്കാനല്ല ഈ ചെറുതേൻ വാങ്ങുക, കുട്ടികൾക്ക് ഡോക്ടർമാർ എഴുതുമ്പോഴാണ് വാങ്ങുക. പക്ഷെ വലിയൊരു ഗുണമൊന്നും ഉണ്ടാവില്ല. കുട്ടിക്ക് വേറെ ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുട്ടിക്ക് പിന്നെ വേറെ ഉണ്ട്. പിന്നെ ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ കാലഘട്ടം മാറി കഴിഞ്ഞപ്പോ ഈ ചോളത്തിന്റെ തേനില്ലേ, ഈ ഇതില്ല കേട്ടാ, കെമിക്കൽ വരുന്നില്ല. കെമിക്കൽ ഇവിടെ എളുപ്പമല്ല. ഈ സാധനം വരുന്നത് ചോളത്തിന്റെ ഇൻവെർട്ടഡ് ഷുഗർ എന്ന് പറഞ്ഞിട്ടും, അതുപോലെ ചോളത്തിൽ നിന്ന് എടുക്കുന്ന കോൺ സിറപ്പ് ഉണ്ട്. ഈ കോൺ സിറപ്പ് ഏകദേശം തേൻ്റെ പോലെ തന്നെയാണ്. അതിൽ തേൻ്റെ ഘടകങ്ങൾ തന്നെയാണ്. അവർ ഇപ്പം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള തേനുകൾ മേടിച്ചിട്ട് അതിൽ മിക്സ് ആക്കും. ആ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത് കമ്പനിയുടെ തേനായാലും ഈ കോൺ സിറപ്പ് കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ലാബിൽ ചെക്ക് ചെയ്യാണ്ട്, ലാബിൽ കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നാച്ചുറലാണ്. ഇന്ത്യൻ മാർക്കറ്റിലാവട്ടെ, ഫോറിൻ മാർക്കറ്റിലാവട്ടെ, ജർമ്മനി ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും നമുക്ക് വിൽക്കാം. കോൺ സിറപ്പ് ഒന്നും ഉണ്ടാക്കിയാലും പറ്റും, ഇൻവെർട്ടഡ് ഷുഗർ ഉപയോഗിച്ച് തേൻ ഉണ്ടാക്കിയാലും പറ്റും, അവർക്ക് വിൽക്കാൻ പറ്റും. ജർമ്മനിയിൽ മാത്രം വലിയ സാങ്കേതിക വിദ്യയാണ്. തേനീച്ചയുടെ തേനാണോ, ഏത് തരം തേനാണോന്ന് വരെ അവര് ലാബില് അവർ പറയും. ഇത് കോൺ സിറപ്പ് നിന്ന് എടുത്തതാണോ? അവർ കോൺ സിറപ്പ് നിന്ന് എടുക്കുന്ന തേനൊന്നും കഴിക്കുന്നില്ല. ഉദാഹരണത്തിന് ഒരു ജർമ്മൻ ഒരു ഇന്റർനാഷണൽ ക്ലാസ് തൃശ്ശൂർ വന്നു ഗാദിയിൽ. നമ്മളൊക്കെ പോയിട്ടായിരുന്നു, തേനീച്ച കർഷകരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കർഷകൻ ഒരു സന്തോഷത്തിന് അയാൾ ഒരു കുപ്പി ചെറുതേൻ കൊണ്ടുവന്നിട്ടായിരുന്നു. ഒരു അരിഷ്ടത്തിൻ്റെ ബ്രാൻഡിയുടെ കുപ്പിയുടെ ലേബിള് ചീന്തി കളഞ്ഞിട്ട് ഇതായാലും തേൻ കൊണ്ടുവന്നില്ല. ഇയാളെ എല്ലാവർക്കും ക്ലാസ്സിന്റെ ഇന്റർവ്യൂ സമയത്ത് തേൻ കൊടുത്തു. എല്ലാവരും കയ്യിൽ തേൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനടി കയ്യിൽ മേടിക്കും, അപ്പൊ അത് കഴിക്കും. അങ്ങനെ എല്ലാവരും ആക്കണ കണ്ടപ്പോ ഈ ജർമ്മൻകാരനും കൈ നീട്ടി. ഇയാൾ ഒഴിക്കണ നേരത്താണ് അയാൾ ആ കുപ്പി കണ്ടത്. കുപ്പി കണ്ട വശം ഇയാൾ പറഞ്ഞ് കൈ കൊണ്ട് കാണിച്ചു. അയാൾ കൈ വലിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എവിടെയായിരുന്നു അതുമേ? അയാൾക്ക് മനസ്സിലായി ഇതൊരു സാധാരണ കുപ്പിന്ന്, അതും ഒരു ലേബിളും ഇല്ല, ഒന്നുമില്ല. അയാൾ ആ കുപ്പി മേടിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ ബ്രാൻഡി കുപ്പിയുടെ ലേബിൾ ചീന്തി കളഞ്ഞിട്ടാണ് അതാക്കിയുള്ളത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് അതുമേ? അപ്പൊ അയാൾ പറഞ്ഞില്ല, വേറെ ആളെ കൊണ്ടാണ് സംസാരിക്കുന്നത്, അയാൾ ജർമ്മൻ ഭാഷയുള്ളൂ. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു, കഴിക്കില്ല എന്ന് പറഞ്ഞു അയാള്. അത്രയും അവര് ശരീരത്തിന്റെ ഹെൽത്ത് കോൺഷ്യസാണ്. പക്ഷെ നമ്മുടെ അവിടെ നിന്ന് ആ വിഷയങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ജർമ്മനി വെച്ച് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ അത് നാച്ചുറൽ ആണ് കേട്ടാ, സിന്തറ്റിക് അല്ല. സിന്തറ്റിക്കും നമ്മളവിടെ ഒക്കെ അത്ര എളുപ്പമല്ല. അപ്പൊ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ തേനില് അമിനോ ആസിഡും വിറ്റാമിൻസും മിനറൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ തേനില്, ഈ മാർക്കറ്റിൽ വരുന്ന ആ തേനില്
ഇല്ല. ഈ അടുത്ത കാലത്ത് ഒരു 4-5 വർഷം മുമ്പ് ഹിന്ദു പേപ്പറിൽ ഒരു റിപ്പോർട്ട് വന്നു. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലെ തേനുകൾ മുഴുവൻ ടെസ്റ്റ് ചെയ്തു. ജർമ്മനിയിൽ കൊണ്ടുപോയിട്ട് NMR ടെസ്റ്റ് എന്നാണ് പറയാം. ജർമ്മനിയിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തു. 2 കമ്പനി ഒഴിച്ച്, അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമുള്ള കമ്പനി. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ, പറഞ്ഞോ.